എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മുമ്പത്തെ വീഡിയോ കമൻറ്റുകൾ വളരെ കുറവാണ്, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോയിലും നല്ല രീതിയിൽ കമൻറ്റ് വരും. അതിപ്പോൾ തെറ്റാണെങ്കിൽ, ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ കോഴ്സൊന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല, അതെല്ലാ വീഡിയോയിലും ആദ്യം പറയണം. അതായത് ഈ വീഡിയോ ചിലപ്പോൾ ആദ്യം കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നും ഇവനെന്തായി പറയണമെന്നുള്ള തോന്നലുണ്ടാവാം. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ തൊട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഞാനൊരു കോഴ്സും അങ്ങനെയൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല, എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് വിളിച്ച് പറയാം. അപ്പോൾ അത് ഞാൻ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള സിസ്റ്റം എനിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ സാധാരണക്കാർ ട്രേഡിങ്ങിലേക്ക് വന്ന് ക്യാഷ് കളയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തുടക്കക്കാർ കുറേ പേര് കാശ് കൊണ്ട് ഇതിനകത്ത് കളയും. അപ്പോൾ അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അവർക്ക് പെട്ടെന്നൊരു ചെറിയൊരു ബോധോദയം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാശ് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ കാശ് പോകുന്നതിൻ്റെ അളവ് കുറച്ച് കുറക്കാം എന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ 6ാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാം എന്ന് തീരുമാനിച്ചത് സ്ട്രൈക്ക് സെലക്ഷനാണ്. അതും വളരെ മേജറായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണ് സ്ട്രൈക്ക് സെലക്ഷൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ പൈസ കുറവുള്ള സാധനം എടുക്കും. കാരണം 500 രൂപ അല്ലെങ്കിൽ ഒരു 300 രൂപ ലെവലിൽ നിൽക്കുന്ന ഒരു സ്ട്രൈക്ക്, അതായത് 300 ലെവലിൽ നിൽക്കുന്ന ഒരു സ്ട്രൈക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് എടുക്കാനായിട്ട് 22,500 രൂപ വേണം. അപ്പോൾ നേരെ മറിച്ച് 30 രൂപയിൽ നിൽക്കുന്ന ഒരു സാധനം എടുക്കാനായിട്ട് 2,250 മതി. അപ്പോൾ അത് ഒരു 10 ലോട്ട് എടുക്കാം എന്നുള്ളൊരു തോന്നൽ പലർക്കും വരും. 300 രൂപയുടെ സാധനം എടുക്കുന്ന ഒരു തുക വെച്ചിട്ട് നമുക്കെന്താ, മറ്റേത് 10 ലോട്ട് എടുക്കാൻ പാടില്ലേ? അപ്പോൾ ഇത് ഒരു 100 പോയിൻ്റ് പോകുമ്പോഴത്തേക്കും 7,500 രൂപ കിട്ടും. 22,500 രൂപ മുടക്കി കഴിഞ്ഞാൽ 7,500 രൂപ കിട്ടും. നമ്മുടെ അത് 7,500 രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 30,000 രൂപയാവും. ബട്ട് 30 രൂപയുടെ സാധനം എടുക്കുമ്പോൾ അതൊരു 100 പോയിൻ്റ് എങ്ങാനും മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 75,000 രൂപ കിട്ടും. മനസ്സിലായോ? അതാണ് മെജോറിറ്റി ആളുകളും കുറഞ്ഞ വിലയുടെ പുറകെ പോകുന്നതിൻ്റെ റീസൺ. അതെപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല കേട്ടോ. ഈ 30 രൂപ കിടക്കണത് 300 രൂപയിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. മാർക്കറ്റിൽ ഹൈ വോളിയം മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ലെവലിൽ കാണാം. ഈ ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോൾ അതെന്നാ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രൈക്ക് എടുത്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കാണിച്ചു തരാമോ? അത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു വീക്കിലേക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ 30 രൂപ, 10 രൂപ, 5 രൂപ അങ്ങനെയുള്ള സ്ട്രൈക്കുകളൊക്കെ എടുത്താൽ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അതും മെജോറിറ്റി വ്യാഴാഴ്ചകളിൽ മാത്രമാണ് മെജോറിറ്റി അതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സ് സിയും പിയും എടുത്തു വച്ചിരിക്കുന്നവർ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവണത്. ആ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വില കുറഞ്ഞതിൻ്റെ പുറകെ പോകാതായിട്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ദയവ് ചെയ്ത് കാണുക. ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഒരു 150 പോയിൻ്റ് ഇൻ ബിറ്റ്വീൻ സ്പേസിലുള്ളത് മാത്രം സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തെളിവായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രൈക്കിൻ്റെ മൂവ്മെൻറ്റിൽ ഈ വില കൂടിയതും വില കുറഞ്ഞതും എടുക്കുമ്പോഴുള്ള വ്യത്യാസം എന്തെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മൂവ്മെൻറ്റ് തന്നെ എടുത്താൽ, കഴിഞ്ഞ ദിവസത്തെ വേണ്ട, നമുക്ക് 22 തേഴ്സ്ഡേ 22-ാം തീയതി, അതായത് ഇപ്പോഴത്തെ ഡേ വെച്ചിട്ട് 22-ാം തീയതി നിലവിലുള്ള ഈ സ്ട്രൈക്കിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ ഡെയിലിയിലേക്കൊന്ന് മാറ്റുകയാണ്. ഡെയിലിയിലേക്കൊന്ന് മാറ്റിയപ്പോഴത്തേക്കും
ഈ ഒരു സ്ട്രൈക്കിൻ്റെ ഓപ്പൺ, അതായത് മാർക്കറ്റ് ഓപ്പൺ നോക്കിയാൽ മതി. ഇത്തിരി ലെങ്തി വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്, സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ 24,639 ഇതിൻ്റെ ഓപ്പൺ. ഇതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് 24,853 ഇതിൻ്റെ ക്ലോസ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. 24,639 മൈനസ് 24,853 214 പോയിൻ്റ്. ഈ ഒരു വൺ ഡേ ക്യാൻഡിലാണ്, ഇൻഡെക്സിൻ്റെ നിഫ്റ്റിയാണ്, അതിൻ്റെ വൺ ഡേ ക്യാൻഡിലിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ഞാൻ പറഞ്ഞത്, 24,639 മൈനസ് 24,853 214 പോയിൻ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഞാനൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 212 എന്നുള്ളൊരു മാർക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ ചാർട്ടൊന്ന് ഡബിൾ ആക്കുകയാണ്, മൾട്ടിപ്പിൾ ചാർട്ട് ആക്കുകയാണ്. ഇത് വൺ ഡേയുടെ ചാർട്ടാണ്. ഈ വൺ ഡേയുടെ ചാർട്ടിൽ കഴിഞ്ഞ ലെവൽ വെച്ചിട്ട് നോക്കുമ്പോൾ 150 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ റേറ്റ് കൂടിയത് നമ്മൾ എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 24,849 റേഞ്ചിലാണ് നിൽക്കണമെങ്കിൽ നമ്മൾ സ്ട്രൈക്ക് സിയിൽ സെലക്ട് ചെയ്യുന്നത് 50 പോയിൻറ്റ് കുറച്ചിട്ടുള്ളതായിരിക്കും. 24,800, 24,750, 24,600 അതൊക്കെ വില കൂടുതലായിരിക്കും. അതാണ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സ്ട്രൈക്ക്. 24,849 മുകളിലേക്കുള്ള സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് റേറ്റ് കുറവായിരിക്കും. പിയിലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റാണ്. താഴത്തോട്ട് പോകുന്തോറുമാണ് വില കൂടുന്നത്, മേളിലോട്ട് പോകുന്തോറും വില കുറയും. നിൽക്കുന്ന പ്രൈസിൻ്റെ മുകളിലോട്ട് പോകുന്തോറും സിയിലാണെങ്കിൽ വില കുറയും, താഴത്തോട്ട് വരുവാണെങ്കിൽ വില കൂടും. ആ സ്ട്രൈക്കാണ് നമ്മൾ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. പിയുടെ സ്ട്രൈക്കാണെങ്കിൽ നിൽക്കുന്ന പ്രൈസിനേക്കാളും താഴത്തോട്ട് പോരുമ്പോൾ വില കൂടുതലായിരിക്കും, മേളിലോട്ട് പോകുമ്പോൾ വില കുറവായിരിക്കും. അപ്പോൾ താഴത്തോട്ടുള്ളതാണ് പിയിലെടുക്കേണ്ടത്. അപ്പോൾ ഈ പിയിൽ ഞാൻ നിലവിൽ നിൽക്കുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 24,800 ഒരു മൂവ്മെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര പോയിൻ്റാണ് മാർക്കറ്റിൽ മൂവ് ചെയ്തേക്കണമെന്ന് നോക്കണം. 150 തൊട്ട് എത്ര വരെയാ, 243 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. 150 മുതൽ 243 വരെ. അപ്പോൾ മാർക്കറ്റ് ഇപ്പം നിലവിലത്തെ പ്രൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിലവിലത്തെ ലെവൽ അനുസരിച്ചിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് 24,853 നിൽക്കുമ്പോൾ രാവിലെ എടുത്ത സ്ട്രൈക്ക്, ഇപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്, 24,639 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ 24,600 സ്ട്രൈക്ക്, അതിന് നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്ട്രൈക്ക് ഏതാ, 24,639 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് എടുത്തിരുന്നെങ്കിൽ 24,600 എടുക്കണമായിരുന്നു. അപ്പോൾ 24,600 സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇതിപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ എടുക്കേണ്ട സ്ട്രൈക്ക് ഏതായിരുന്നു, 24,600 സ്ട്രൈക്ക് നമുക്ക് എടുക്കാമായിരുന്നു. 24,600 സ്ട്രൈക്ക് നമ്മൾ എടുത്തിരുന്നെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ മൂവ്മെൻറ്റ് കിട്ടിയേനെ, 241, 341, 379, 130 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് കിട്ടിയിരിക്കണേ. അതായത് ഇവിടെ നോക്കണം, 212 പോയിൻ്റാണ് ഇൻഡെക്സ് മൂവ് ചെയ്തിരിക്കണേ. 241 നിന്ന് 379 വരെ 130 പോയിൻ്റാണ് ആ സ്ട്രൈക്ക് ആ സ്ട്രൈക്കിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണേ. ഇനി 24,639 രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ 24,639 പകരം ഒരു 100 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ 650 550 എടുത്തിരുന്നതെന്നുണ്ടെങ്കിലോ എത്ര പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. വൺ ഡേ ക്യാൻഡിലാണ് 236 മുതൽ 416 വരെ 36. അപ്പോൾ എത്ര പോയിൻ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്നെല്ലാം നോക്കിയിട്ടേ നമ്മൾ വീഡിയോ നിർത്തുന്നുള്ളൂ. ചിലപ്പോൾ 1 മണിക്കൂറാവാം, ചിലപ്പോൾ 1.5 മണിക്കൂറാവാം. പക്ഷെ അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഒരു ധൃതി പിടിച്ച് നമ്മൾ പോയിട്ട് കാര്യമില്ല. 236 മൈനസ് 416 180 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്.
മറ്റേതിൽ എത്രയായിരുന്നു? 130 പോയിൻ്റ്. അപ്പോൾ 550 എന്നുള്ളത് നമ്മൾ 150 പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതിൽ 500 എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ എത്ര പോയിൻ്റ് കിട്ടിയേനെ? 297. 297 മൈനസ് 454, 157 പോയിൻ്റാണ് ഇതിൽ മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, 550 എടുത്തപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കൂടി, അതിൻ്റെ തൊട്ട് ഇത്തിരി കൂടെ റേറ്റ് കൂടിയപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞു. അതായത് ചിലത് വില കൂടിയതെടുത്താലും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ചിലത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ 25 രൂപയുടെ സാധനം എടുക്കുമ്പോൾ അതൊരു 100 പോയിൻ്റ് ചിലപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മളൊരു 30 രൂപയുടെ സാധനം എടുത്താലോ അതിൽ ചിലപ്പോൾ ഒരു 50 പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതാണ് സ്ട്രൈക്ക് സെലക്ഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഈ 3 സ്ട്രൈക്കിൻ്റെ റേറ്റ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ കുറച്ച് ആളുകളുണ്ട് വില കുറഞ്ഞ സ്ട്രൈക്കിൻ്റെ പുറകെയൊക്കെ പോകും. അതായത് ഇപ്പോൾ ഒരു 300 പോയിൻറ്റിൻ്റെ വ്യത്യാസം, അതായത് 24,639 എന്നുള്ളത് 700, 750 ആ റേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ എന്ത് വില വ്യത്യാസം വരുമെന്ന് നോക്കാം. ഇപ്പോൾ 25,000 സി ആണ്, വില കുറവാണ്, എടുത്തപ്പോൾ 75 രൂപ ഉണ്ടായുള്ളൂ, അത് 146 വരെ പോയിട്ടുള്ളൂ. നോക്കിയാൽ 70 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് അടുത്തേ ഉണ്ടായിട്ടുള്ളൂ, മൂവ്മെൻറ്റ് കുറവാണ്. ഇത് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായത് കൊണ്ടാണ് ഇത്രയെങ്കിലും കയറിയത്. നേരെ മറിച്ച് ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻ്റ് ആണെങ്കിൽ, അതായത് പക്ക കൺസോൾട്ടേഷനുകളുടെ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 20, 30 റേറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് എന്തു പറ്റും? മൈനസിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഈ സ്ട്രൈക്ക് വെച്ചിട്ട് തന്നെ പറയാം. മാർക്കറ്റ് 24,639 ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,851, 212 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്. പക്ഷെ അത് അത്ര നല്ല രീതിയിലല്ല പോയിരിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ക്യാൻഡിൽ, 1 ഡേ ക്യാൻഡിൽ നിങ്ങൾ കാണുമ്പോൾ രാവിലെ ഓപ്പൺ ചെയ്തു, വൈകിട്ട് ക്ലോസ് ചെയ്തു, 212 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അത് സ്വിംഗ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ലോങ് ഹോൾഡേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അത് വിഷയമല്ല. ഞാനിത് നേരെ 4 മണിക്കൂറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 മണിക്കൂറിലേക്ക് മാറ്റിയപ്പോൾ നോക്കിയേ, അതിനകത്ത് ഒരു വലിയ ക്യാൻഡിലും ഒരു റെഡ് ക്യാൻഡിലും വന്നിട്ടുണ്ട്. 1 ഡേ ക്യാൻഡിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു ഗ്രീൻ ക്യാൻഡിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് 4 മണിക്കൂറിലേക്ക് മാറ്റിയപ്പോൾ അതിലൊരു റെഡും കൂടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. അത് 2 മണിക്കൂറിലേക്ക് ആക്കിയപ്പോഴോ ഒരു ഗ്രീനും 3 റെഡും വന്നിട്ടുണ്ട്. അത് 1 മണിക്കൂറിലേക്ക് ആക്കിയപ്പോഴോ ഒരു ഗ്രീന്, 2 ഗ്രീൻ, 3 ഗ്രീനും 3 റെഡും വന്നിട്ടുണ്ട്. മാറി മാറി ഇപ്പോൾ മിക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് 30 മിനിറ്റിലേക്ക് മാറ്റിയപ്പോഴോ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ മാക്സിമം കൺസോൾട്ടേഷനിലേക്ക് പോയി. ഞാനത് 15 മിനിറ്റിലേക്ക് മാറ്റിയപ്പോഴോ നോക്കിയേ, മൂവ്മെൻറ്റിൻ്റെ ഒരു ഡേയുടെ ക്യാൻഡിൽ ഗ്രീൻ ആയിരുന്നതിൽ 15 മിനിറ്റിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും മാർക്കറ്റിൽ നോക്കിയേ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. 5 മിനിറ്റിലേക്ക് മാറ്റിയപ്പോൾ നോക്കിയേ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞു, കയറി ഇറങ്ങി ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് ചില സമയത്ത് നല്ലൊരു പീക്ക് മൂവ്മെൻ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പുട്ടിന് പീരിയിടുന്ന പരിപാടി പോലെ 30 മിനിറ്റിന് ഒരു ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ, 30 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ, ഒരു ചെറിയ ഡോജി റെഡ് ക്യാൻഡിൽ, 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, ഒരു ഡോജി റെഡ് ക്യാൻഡിൽ, അതായത് ഇങ്ങനെ മൂവ് ചെയ്യും, പിന്നെ ഒരു ചെറിയ സ്ട്രഗിൾ വരും, പിന്നെ മൂവ് ചെയ്യും, സ്ട്രഗിൾ വരും, പിന്നെ മൂവ് ചെയ്യും, സ്ട്രഗിൾ വരും. അതായത് ഈ രീതിയിലുള്ള മൂവ്മെൻറ്റ് പുട്ടിന് പീരിയിടുന്ന പോലെ ഒരു റെഡ് ക്യാൻഡിൽ വരത്തുള്ളൂ. അങ്ങനെയുള്ള മൂവ്മെൻറ്റ് നല്ലപോലെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ചെറിയ വില കുറഞ്ഞ സ്ട്രൈക്കുകൾ എടുക്കുമ്പോഴത്തേക്കും ഗുണമുള്ളൂ. അല്ലാതെ ഇതേപോലെ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ അങ്ങനത്തെയുള്ള വില കുറഞ്ഞ സ്ട്രൈക്കിൻ്റെ പുറകെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് കിട്ടിയ എമൗണ്ട് മെൽറ്റിംഗ് ആയി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് കാണിച്ചു തരാം. 1 ഡേ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണല്ലോ. ഓക്കെ, 1 ഡേ ക്യാൻഡിൽ ഫുൾ ഗ്രീനാണ്. അതേപോലെ സ്ട്രൈക്ക് 1 ഡേ ക്യാൻഡിലിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത്ര വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ആയതുകൊണ്ടാണ് മാർക്കറ്റ് എന്താ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കേട്ടോ. ഓപ്പൺ ചെയ്തേക്കുന്നത് എവിടെയാണ്? 15 രൂപയിലാണ് ഓപ്പൺ ചെയ്തിരിക്കണേ. മാർക്കറ്റ് നിൽക്കുന്നത് എവിടെയാണ്? 23 മാത്രമേ നിൽക്കുന്നുള്ളൂ. മനസ്സിലായോ? 8 പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കണേ. ഇൻഡെക്സ് 212 പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കണേ. പക്ഷേ 15 രൂപയ്ക്ക് അടുത്തൊരു സ്ട്രൈക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23. അത് എത്ര രൂപ വരെ പോയിട്ടുണ്ട്? 15, 38, 15, 15, 30, 10, 16 പോയിന്റ് മാത്രമാണ് ആ മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിന് ഒരു ദിവസം മുമ്പുള്ള വീഡിയോസും കൂടെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതും കൂടെ നിങ്ങളൊന്ന് സിമുലേറ്റ് ആയിട്ട് കാണിച്ചു തരും. ഈ ഗ്രീൻ ക്യാൻഡിൽ ഹൈ വോളിയം വന്നുകൊണ്ടാണ് ഇത്ര 212 പോയിന്റ് മൂവ് ചെയ്തത്. ഒരു ദിവസം 2 ദിവസം മുമ്പുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കിയേ. അതിന് പക്ഷേ ഈ ഒരു 1 ഡേ ക്യാൻഡിലിൽ അത്രയും സ്ട്രെങ്ത് ഇല്ല. അതായത് വളരെ ലോ ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അതേ സ്ഥാനത്ത് നോക്കിയേ, അതായത് റെഡ് ക്യാൻഡിലെ കാര്യം നോക്കണ്ട. റെഡ് ക്യാൻഡിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈനസ് ആയിരിക്കും. 2 ദിവസം മുമ്പുള്ള ഗ്രീൻ ക്യാൻഡിൽ, അതായത് 21 തീയതി മെയ്യിലെ ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 24,745 മുതൽ 813 വരെ. അതൊരു 10-70 പോയിൻറ്റിൻ്റെ മൂവ് ആവറേജ് നിങ്ങൾ കൂട്ട്. പക്ഷെ അന്നത്തെ ദിവസം നോക്കിയേ 21, ഈ ക്യാൻഡിൽ 21 ആണല്ലോ. ഈ ക്യാൻഡിലും 21 ആണ്. 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് 38, മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 36. മനസ്സിലായോ? 34 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2 പോയിന്റ് താഴത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇൻഡെക്സിൻ്റെ ക്യാൻഡിൽ വെച്ചിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് സ്ട്രൈക്കിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല? മൈനസിൽ 2 പോയിന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് നമ്മളെ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വില കുറഞ്ഞ സ്ട്രൈക്കിൻ്റെ പോകുന്നത് വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളില്ലാത്ത ഫണ്ടൊക്കെ എടുത്തിട്ട് അത് ആവറേജ് ചെയ്യാൻ നോക്കും. അതായത് ഇവിടെ നിന്നൊരു 10-30 പോയിന്റ് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ മൂവ്മെൻറ്റ് കൺസോൾട്ടേഷൻ ആണെന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വരത്തില്ല. അത് ഈ ഒരു സ്ട്രൈക്കിലേക്ക് കൂടുതൽ ഫണ്ടൊക്കെ ആഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസം വരും. ഇനി ഈ 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ഒരു വര ഞാൻ കാണിച്ചു തരാം. അതായത് ഏകദേശമൊക്കെ കേട്ടോ, കറക്റ്റ് സ്ട്രൈറ്റ് ഒന്നും അല്ല. ഇൻഡെക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ 10 രൂപയുടെ സ്ട്രൈക്ക്, 15 രൂപയുടെ സ്ട്രൈക്ക്, 30 രൂപയുടെ സ്ട്രൈക്ക്, ഇതൊക്കെ അതിനൊപ്പം തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകത്തുള്ളൂ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡെൽറ്റ വാല്യൂ മാത്രമാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാറായിട്ടുള്ളത്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂവ് വരുമ്പോൾ ഇവിടെ ഡെൽറ്റ വാല്യൂ കൂടുന്നത്, അതെങ്ങനെ കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ്. അപ്പോൾ ഇൻഡെക്സ് ഈ ഒരു മെത്തേഡിൽ മൂവ് ചെയ്താൽ മാത്രമാണ് വില കുറഞ്ഞ സ്ട്രൈക്കുകൾ, അതായത് നല്ല ഹൈ മൂവ്മെൻറ്റ് ഇൻഡെക്സിൽ വന്നാൽ മാത്രമാണ് സ്ട്രൈക്കുകൾ 10 രൂപയുടെ ആണെങ്കിലും 15 രൂപയുടെ ആണെങ്കിലും 30 രൂപയുടെ ഒക്കെ ആണെങ്കിലും ഈ രീതിയിൽ മൂവ് ചെയ്യത്തുള്ളൂ. അത് സ്പെഷ്യലി വരാനായിട്ടുള്ളത് എക്സ്പയറി ഡേ അല്ലെങ്കിൽ പക്ക കൺസോൾട്ടേഷൻ, ഒരു 3 ദിവസം 4 ദിവസമൊക്കെ പക്ക കൺസോൾട്ടേഷൻ വന്നാൽ മാത്രമാണ് ആ രീതിയിലുള്ള മൂവ്മെൻ്റ് ഒക്കെ വരത്തുള്ളൂ. ഇതാണ് പീക്ക് മൂവ്മെൻറ്റിൽ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ചിലപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ എന്ത് വിചാരിക്കും? അയ്യോ പരിപാടി കൊള്ളാമല്ലോ. ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ഒരാൾ പുതിയതായിട്ട് ലൈവ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ലൈവ് ട്രേഡിംഗ് ഉദ്ദേശിച്ചത് ട്രേഡിംഗ് ഫീൽഡിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ചെറിയ നോളജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ തിങ്കളാഴ്ച ചെറിയ രീതിയിൽ 200, 300 കിട്ടി. അടുത്ത ദിവസം ചൊവ്വാഴ്ചയും കിട്ടിയ ഒരു 100 രൂപ. ബുധനാഴ്ച ചിലപ്പോൾ ഒരു 1000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് 3 ദിവസം ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിരിക്കും. 3 ദിവസം, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ കൺസോൾട്ടേഷൻ ആയിരിക്കും. 4ാമത്തെ ദിവസം ഈ മാർക്കറ്റ് ഒരു 350-300 പോയിൻ്റൊക്കെ ഇൻഡെക്സ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി അങ്ങ് പോകും. അപ്പോൾ ഈ 3 ദിവസം ട്രേഡിങ്ങിൽ വന്നൊരു വ്യക്തി ചിലപ്പോൾ അന്നത്തെ ദിവസം ഈ ചെറിയ ലോസൊക്കെ സംഭവിച്ച് ചിലപ്പോൾ കയ്യിലുണ്ടാകുന്ന ഒരു 3000 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഒരു 10,000 രൂപയായിരിക്കും. 30 രൂപയുടെ സ്ട്രൈക്ക്. കാരണം
ഓരോ ദിവസം ട്രേഡ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് കിട്ടി അതിൽ കൂടുതൽ ലോസ് വന്നിട്ട് കയ്യിലെ പൈസയൊക്കെ തീർന്ന് കാണും. അപ്പോൾ റിവെഞ്ച് ട്രേഡിങ്ങിൻ്റെ മോഡലിൽ ആ വ്യാഴാഴ്ച ആയിരിക്കും അപ്പോൾ ഒരു 30 രൂപ വില വരുന്ന ഒരു 10 ലോട്ടൊക്കെ എടുത്തിടും. സാധനം കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു 75,000 1,50,000 രൂപ കൈ കിട്ടി. അപ്പോൾ പുള്ളി വിചാരിക്കും അയ്യോ ഈ പരിപാടി കൊള്ളാമല്ലോ, സൂപ്പർ പരിപാടിയാണല്ലോ, എനിക്ക് ഒരാഴ്ച ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുള്ളൂ, ഒരാഴ്ചത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, ഇത് സംഭവം സൂപ്പറാണല്ലോ, കുറഞ്ഞ പൈസ കൂടുതൽ ലാഭം. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടവും മേടിച്ച് പിന്നെയാണ് ഊത്തൽ പിടിക്കാനായിട്ട് പോകുന്നത്. ഒന്നും അറിയില്ല കേട്ടോ, സ്ട്രക്ചർ എങ്ങനെയാണ്, മാർക്കറ്റിനെ പറ്റി ഒരു നോളജും ഇല്ല. അങ്ങനെയുള്ള ആളുകളാണ് മെജോറിറ്റി ലോസിലേക്ക് പോകുന്നത്. ഇനി എപ്പോഴാണ് അവർ ലോസിലേക്ക് പോകുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. വ്യാഴാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി, ഹ്യൂജ് പ്രോഫിറ്റൊക്കെ കിട്ടി, പിന്നെ ഡെയിലി 10 ലോട്ട് 20 ലോട്ടൊക്കെ എടുക്കാനുള്ള ഒരു ലെവലിലേക്കൊക്കെ അവർ തീരുമാനിച്ചു, സ്വപ്നം കണ്ടു തുടങ്ങി. എൻ്റെ കടങ്ങൾ, അതായത് 10 വർഷം കൊണ്ടുള്ള ലയബിലിറ്റി എനിക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കാമല്ലോ, ഇതേപോലെ കിട്ടുവാണെങ്കിൽ 1 ലക്ഷം വെച്ചിട്ട് ഡെയിലി കിട്ടിയ 20 ട്രേഡിംഗ് ഉണ്ട്, 20 ലക്ഷം രൂപ, പരിപാടി തീർന്ന് അപ്പുറത്ത് 10 സെൻറ്റ് സ്ഥലം, എൻ്റെ ഇപ്പോഴത്തെ സ്കൂട്ടർ മാറ്റിയിട്ട് എനിക്കൊരു മാരുതിയുടെ നല്ലൊരു ബൊലേനോ കാറൊക്കെ എടുക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കൊക്കെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ദേ പുറകെ വരുന്നുണ്ട് അടുത്ത പണി. അടുത്ത 3 ദിവസം മാർക്കറ്റ് എന്ത് ചെയ്യും, ഇൻഡെക്സ് ഇങ്ങനെ കയറും, ഒന്ന് താഴ്ത്തു വരും ഈ ലെവലിൽ. അതായത് ഇൻഡെക്സ് ഇവിടെ നിന്ന് കയറി ഒരു 100 പോയിൻ്റ്, ഒരു 50 പോയിൻ്റ് മാർക്കറ്റ് റൈഡ് ചെയ്യും. വീണ്ടും ഇൻഡെക്സ് താഴത്തോട്ട് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പോയിട്ട് ഒരു 100 പോയിൻ്റ് റൈഡ് ചെയ്യും. പിന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് ഇങ്ങനെ ഇവിടെ പഴയ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കും. അപ്പോൾ അപ്പോഴാണ് ഈ ട്രേഡേഴ്സ് ഊത്തൽ പിടിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ചെറിയ പൈസക്കുള്ള ഒരു സാധനം മേടിച്ച് വെക്കും, ചെറിയ പൈസയോ വലിയ പൈസയോ എന്തോ ആയിക്കോട്ടെ, 100 രൂപയിലൊരു എൻട്രി എടുക്കും. അപ്പോൾ ആദ്യം ഇതൊരു 50 പോയിൻ്റ് ഇൻഡെക്സ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാധനം ഒരു 30 പോയിൻ്റ് മൂവ് ചെയ്യും കേട്ടോ. ഓക്കെ, രണ്ടാമത് ആ 30 എന്നുള്ളത് താഴത്തോട്ട് വന്നിട്ട് കുറച്ചൊന്ന് താഴത്തോട്ട് വരും. പിന്നെ ഇൻഡെക്സ് ഇവിടെ നിന്ന് 100 പോയിൻ്റ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രൈക്ക് എന്ത് ചെയ്യും, 50 വരത്തുള്ളൂ. കാരണം എക്സ്പയറി ഡേ വരുന്നതനുസരിച്ചിട്ട് മെൽറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം സംഭവിക്കും. പിന്നെന്ത് ചെയ്യും, ഈ ഇൻഡെക്സ് ഇവിടെ നിന്ന് താഴത്തോട്ട് പോയി കൺസോൾട്ടേഷൻ ആകുമ്പോൾ ഈ സ്ട്രൈക്ക് നേരെ വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും മേടിച്ച സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കൺസോൾട്ടേഷൻ അടിച്ച് മെൽറ്റിങ് വന്ന് താഴത്തോട്ട് പോകുമ്പോൾ ഇവിടെ 10ഉം 20ഉം ലോട്ടൊക്കെ എടുത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുപോയി ആവറേജ് ചെയ്യും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ ഇൻഡെക്സ് അടുത്ത ദിവസം എന്ത് ചെയ്യും, ഒരു 50 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ വാല്യൂ ഒക്കെ തീർന്ന് ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവറേജ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മാർക്കറ്റ് പോകും. പിന്നെ ബുധനാഴ്ചയൊക്കെ ആയി കഴിയുമ്പോൾ, വ്യാഴാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് പോയി സീറോ. അതോടുകൂടി ഈ ട്രേഡിങ്ങിലേക്ക് വന്ന ആളുകൾ, ഒന്നും അറിയാത്ത ആളുകൾ ഇവിടെ എന്ത് ചെയ്യും, വട്ടപൂജ്യവും, പോക്കറ്റ് കാലിയായിട്ട് നല്ല രീതിയിലുള്ള ലോസിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇൻഡെക്സിൻ്റെ മൂവ് നല്ല രീതിയിൽ പീക്ക് മൂവ്മെൻറ്റിലേക്ക് പോയാൽ മാത്രമാണ് ഈ 30ഉം അതേപോലെ നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് മൂവ് ആവത്തുള്ളൂ. നേരെ മറിച്ച് ഇൻഡെക്സ് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് കിടന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ നേർരേഖയിൽ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത അതേ പ്രൈസിൽ തന്നെയാണ് മാർക്കറ്റ് വൈകിട്ട് ഇൻഡെക്സ് ക്ലോസ് ചെയ്തെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എവിടെ ആയിരിക്കും നിൽക്കണേ, ഓപ്പൺ ചെയ്ത പ്രൈസിലായിരിക്കില്ല നിൽക്കുന്നത്, ലോവർ ലെവലിലായിരിക്കും. അതായത് ഓപ്പൺ ചെയ്ത പ്രൈസിനും താഴെ ആയിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിനൊരു പോംവഴി? ഇപ്പോൾ മാർക്കറ്റ്, ഞാനിവിടെ ഒരു സ്ട്രൈക്ക് എടുത്തു, ആ സ്ട്രൈക്കിൻ്റെ വില 100 രൂപയാണ്. ഇൻഡെക്സ് നേരെ മുകളിൽ പോയി താഴത്ത് വന്നിട്ട് അതേ ഓപ്പൺ പ്രൈസിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്ട്രൈക്ക് മാറ്റിയിട്ട് അടുത്ത സ്ട്രൈക്ക് എടുക്കും. അടുത്ത സ്ട്രൈക്ക് ഏതാ എടുക്കണേ? അപ്പം ഞാൻ 24,800ൻ്റെ സ്ട്രൈക്ക് എടുത്തു, അതിനെനിക്ക് മൂവ്മെൻറ്റ് കിട്ടിയില്ല, അത് മെൽറ്റിങ്, അതായത് കൺസോൾട്ടേഷൻ സോണായപ്പോൾ 24,800 എന്നുള്ള ലെവല് ഈ ഓപ്പൺ പ്രൈസിന് തൊട്ട് താഴത്തോട്ട് ഷിഫ്റ്റ് ഔട്ട് ആവും, ഇവിടെ നിന്ന് താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ 24,750 അടുത്ത് എടുക്കും. അതും മെൽറ്റിംഗ് ആയാൽ ഞാൻ 24,700 എടുക്കും. അതല്ലാതെ 24,800 249 എന്നുള്ള പ്രൈസ്
കുറഞ്ഞു പോകും. ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് ആ സ്ട്രൈക്ക് തിരിച്ച് കയറി വരും. തിരിച്ച് കയറി വരാതെ നിവർത്തിയില്ല. ഇൻഡെക്സിൽ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ അത് കയറി വരത്തില്ല. നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് പോലെയല്ല. നാളെ ഒരു കാലത്ത് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് വെറും പ്രതീക്ഷകൾ മാത്രമാണ്. അതൊരു കാരണവശാലും കയറി വരില്ല. അപ്പോൾ ഇനി തൊട്ടെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനായിട്ട് വരുന്ന ആളുകൾ ലോസ് വന്നോ, താങ്ങാൻ പറ്റാവുന്ന ലോസാണോ, ആ ഒരു സ്ട്രൈക്ക് ഉപേക്ഷിച്ചിട്ട് പുതിയ സ്ട്രൈക്ക് നിങ്ങൾ എടുത്തിട്ട് ഒരു ദിവസം ഹോൾഡ് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നം വരില്ല. ഉച്ച കഴിഞ്ഞിട്ടും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് 12:30-ക്ക് ശേഷം മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ കോൺട്രാക്റ്റ് തീരുകയാണ്. ആ സമയത്തിന് മുമ്പ് മാർക്കറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂവ്മെൻറ്റ് കിട്ടിയില്ല, നല്ല പീക്ക് മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് പതുക്കെ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ പൈസ കുറവാണ് എന്നും വിചാരിച്ചുകൊണ്ട് മാർക്കറ്റ് നമുക്ക് വാരിക്കോരി തരത്തൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ കുറവാണെങ്കിൽ നിങ്ങൾ അതായത് ആദ്യത്തെ ദിവസം 200 രൂപയുടെ സ്ട്രൈക്ക് എടുത്തു, ലോസ് വന്നു. രണ്ടാമത്തെ ദിവസം അതേ സ്ഥലത്ത് തന്നെ ഇൻഡെക്സ് ഓപ്പൺ ചെയ്താൽ ശ്രദ്ധിക്കുക, ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് അല്ലെങ്കിൽ നാളെ, ഇപ്പം നാളെ മാർക്കറ്റ് 24,849 ഓപ്പൺ ചെയ്തത്. ഞാൻ എടുത്ത സ്ട്രൈക്ക് 24,800 വൈകിട്ടായപ്പോഴത്തേക്കും എനിക്ക് 50 രൂപയുടെ ലോസ് വന്നു. ആ 50 രൂപയുടെ ലോസ് വന്നപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരേ സ്ഥലത്താണെങ്കിൽ ഞാൻ ആ സ്ട്രൈക്ക് വിടും. അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യണത് എവിടെയാണെന്ന് നോക്കിയിട്ട് പിന്നെ സ്ട്രൈക്ക് എടുക്കത്തുള്ളൂ. മനസ്സിലായോ? വീണ്ടും ആ സ്ട്രൈക്ക് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവുന്നതനുസരിച്ചിട്ട് പുതിയ സ്ട്രൈക്ക് എടുക്കാം. അതിൻ്റെ അടുത്ത ദിവസം പുതിയ സ്ട്രൈക്ക് എടുക്കാം. അങ്ങനെ സ്ട്രൈക്ക് എടുത്തിട്ട് പോകണം. അല്ലാതെ നിങ്ങൾക്ക് ലോസ് വരുന്ന ആ ഒരു സ്ട്രൈക്ക് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പണി കിട്ടും. എപ്പോഴും മാർക്കറ്റ് എന്ത് മുകളിലോട്ട് പൊക്കോട്ടെ, എന്ത് താഴത്തോട്ട് പൊക്കോട്ടെ, നമ്മൾ നിൽക്കുന്ന പ്രൈസ്, ഇൻഡെക്സ് എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന പ്രൈസിനോട് ചുറ്റിപ്പറ്റി നമുക്ക് നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകും. തീരുമാനങ്ങൾ സ്ട്രൈക്ക് സെലക്ഷന് മാറ്റി എടുക്കാൻ ഓരോ ട്രേഡർക്കും കഴിയണം. നമ്മൾ എടുത്തു വെച്ച സ്ട്രൈക്ക് മുമ്പോട്ട് വരണം എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് നല്ല രീതിയിൽ പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ലോസ് വന്നോട്ടെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ലോസിന് നിങ്ങൾ എന്ന് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നോ അന്ന് മുതലേ നിങ്ങൾക്ക് പ്രോഫിറ്റബിളായി തുടങ്ങത്തുള്ളൂ. മാർക്കറ്റ് ലോസിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളായിട്ട് തന്നെ തീരുമാനിക്കുക, ദൈവമായിട്ട് ഇതെനിക്ക് തിരിച്ചു കൊണ്ട് തരും, ദൈവമേ എൻ്റെ കയ്യിൽ കാശില്ല, ഞാനൊരു സാധാരണക്കാരനാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് പൊക്കത്തോട്ടാക്കി തരണമെന്നും പറഞ്ഞ് മെഴുകുതിരി കത്തിച്ചിട്ടോ ചന്ദനത്തിരി കത്തിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥന നടത്തിയാലോ ഒന്നും മാർക്കറ്റ് കയറി വരില്ല. നമ്മൾ മാർക്കറ്റിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് ആ ഒരു ലോസ് വന്നാൽ ആ സ്ട്രൈക്ക് മാറ്റുക, ഉടനെ അടുത്ത സ്ട്രൈക്ക് എടുക്കുക. അതിന് ഊർജ്ജം ഉണ്ടാവും. ഓരോ നിമിഷം കഴിയും തോറും അതിൻ്റെ ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ഇൻഡെക്സ് പോകുന്ന അതേ ഡയറക്ഷനിൽ നമ്മുടെ സ്ട്രൈക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഊർജ്ജം ചോർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, താഴ്ത്തോട്ട് പോകും. നമ്മളെപ്പോഴും സമുദ്രനിരപ്പിന് മുകളിൽ വെള്ളത്തിന് മുകളിൽ നമ്മുടെ തല ഉണ്ടാവണം. അതല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടില്ല, തിരിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റത്തില്ല, നമ്മൾ ചത്തുപോകും എന്ന് പറഞ്ഞ അതേ ഉദാഹരണമാണ്. ഇൻഡെക്സിൽ നിൽക്കുന്ന ലെവലിനടുത്ത് നമ്മൾ അതിനോട് ചുറ്റിപ്പറ്റി ഒരു തോളത്ത് കൈ പിടിച്ച് നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഇൻഡെക്സിൻ്റെ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിലുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിൽക്കുന്ന ലെവലിന് ഒരു 150 പോയിൻ്റ് വ്യത്യാസമുള്ള സ്ട്രൈക്കുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. പീലാണെങ്കിലും അങ്ങനെയുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ എടുക്കുക. ഇപ്പോൾ 24,800 എടുത്ത് അത് ലോസിലേക്ക് പോയി വിട്ടേക്കുക. 24,750, 24,700 എടുക്കാം. അതും ലോസിലേക്ക് പോയി വിട്ടേക്കുക. 24,600, 24,550 നമുക്ക് എടുക്കാം. അല്ലാതെ 24,800 എന്നുള്ളത് എടുത്ത് ഒരു താഴത്തോട്ട് പോകുന്തോറും നോക്കിയേ അതിൻ്റെ ലെവല് കുറഞ്ഞ് പിന്നെ ഒരു പരിധി കൂടുതൽ പോയാൽ പിന്നെ ഒരു കാരണവശാലും പൊങ്ങില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രൈക്ക് സെലക്ഷനെ പറ്റി വളരെ കൃത്യമായിട്ടും ഉദാഹരണ സഹിതം ഞാൻ
പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാവുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത്രയുമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ 2-3 തവണ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു കൺസെപ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെയാണ് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ തല പുകഞ്ഞ് ആലോചിച്ച് പിന്നെ കിളിയൊക്കെ പോയിട്ടുണ്ട് തലേന്ന്. എന്താണ് ഇങ്ങനെ മൂവ്മെൻ്റ് ആവാത്തതെന്ന് നോക്കി. പിന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ തേടി ഞാൻ സ്വയം മൂവ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റിയത്. നിങ്ങൾക്കും അത് മനസ്സിലാവും. ലോസ് വരാതെ ഒരു ട്രേഡറും സക്സസ് ആവില്ല. ഇപ്പോൾ വരുന്ന എല്ലാ ട്രേഡേഴ്സിൻ്റെ ആഗ്രഹം ലോസ് വരാൻ പാടില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് ആവണം. അത് നടക്കില്ല. ഒരു കാരണവശാലും നടക്കില്ല. ലോസ് വന്നാലേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലോസ് വന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലാണ് അത് നിങ്ങൾക്കൊരു ടീച്ചിങ് ലെസണായിട്ട് വരത്തുള്ളൂ. അതാണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്ര സുഗമമാകത്തുള്ളൂ. അപ്പോൾ ദയവ് ഇതെല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് ഡെൽറ്റ വാല്യൂ മാച്ച് ചെയ്തുകൊണ്ട് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രൈക്ക് സെലക്ഷന് ഡെൽറ്റ വാല്യൂ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ പോകുന്നത്രയും പോട്ടേന്നേ, ചിലപ്പോൾ 20 പാർട്ട് ഉണ്ടാവാം, ചിലപ്പോൾ 30 പാർട്ട് ഉണ്ടാവാം. അതൊരു 6 മാസം 1 വർഷം കൊണ്ടൊക്കെ കണ്ടു തീർത്താൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ട്രേഡർ ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. നന്നായിട്ട് പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അരിമേടിക്കാനുള്ള വകുപ്പ് ദൈവം ഉണ്ടാക്കി തരാനായിട്ട് എനിക്ക് അതിനുള്ള കഴിവ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിന് ഇറങ്ങി നോക്കിയോ. നിങ്ങൾക്ക് വരുമാനം കിട്ടിയിരിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൽ എൻ്റെ 2 വർഷത്തെ ഡാറ്റാസ് എൻ്റെ കൂടെ എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചവർക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ ലെവലുകൾ, എൻ്റെ വ്യൂ അനലൈസിങ് ഡീറ്റെയിൽസൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ യൂട്യൂബ് ചാനലിലെ മാക്സിമം വീഡിയോസും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വേറെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയും. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.